ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അയോധ്യയിലെത്തും. 2024 രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ലൈഫ് ഭവന പദ്ധതിയിൽ അതിദരിദ്രർക്ക് മുൻഗണന നൽകുമെന്ന് മന്ത്രി എം.പി. രാജേഷ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര കേരളത്തിൽ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി. ശബരിമല ക്ഷേത്രനട അടച്ചു. ഐസിസി അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 84 റൺസ് ജയം. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി സാത്വിക് സായ്രാജ് സഖ്യം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകളുടെ അവസാന ദിനം കൂടിയാണ് ഇന്ന്. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അയോധ്യയിലെത്തും. വിശദാംശങ്ങളിലേക്ക്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അയോധ്യ ആകെ ഭക്തിസാന്ദ്രമാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി പ്രദേശത്തെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അയോധ്യയുടെ അതിർത്തികൾ അടച്ചു. വാഹനങ്ങൾ മറ്റ് വഴികളിലേക്ക് തിരിച്ചുവിടുന്നു. പ്രദേശത്ത് ഡ്രോൺ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. സരയൂ നദിയിൽ വാട്ടർ പോലീസിനെ വിന്യസിച്ചു. പ്രദേശത്തെ കെട്ടിടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും തെരുവുകളിൽ മാർച്ച് നടത്തുകയും ചെയ്തു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ സമാപന ദിവസമായ ഇന്ന് പുണ്യനദികളിലെയും ജലാശയങ്ങളിലെയും ജലം കൊണ്ടുള്ള വിഗ്രഹസ്നാന ചടങ്ങ് നടക്കും. വാസ്തുശാന്തി അനുഷ്ഠാനത്തോടൊപ്പം നിരവധി ഹോമങ്ങളും പൂജകളും മറ്റ് പ്രധാന ചടങ്ങുകളും നടക്കും. ഇന്നലെ ക്ഷേത്ര പരിസരത്ത് 81 കലശങ്ങൾ സ്ഥാപിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു. ഇന്നലെ തിരുച്ചിറപ്പള്ളി ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം ദർശനം നടത്തിയ പ്രധാനമന്ത്രി രാമേശ്വരം ശ്രീ അരുൾമിഗു രാമനാഥ സ്വാമി ക്ഷേത്രത്തിലും ദർശനവും പൂജയും നടത്തി. ഇന്ന് ധനുഷ്കോടിയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി രാമസേതുവും സന്ദർശിക്കും. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായതും വ്യാജവുമായ വാർത്തകളും ഉള്ളടക്കവും പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാധ്യമ സ്ഥാപനങ്ങളോടും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളോടും ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. സാമുദായിക സൌഹാർദ്ദത്തിനും പൊതുക്രമത്തിനും വിഘാതം സൃഷ്ടിക്കുന്ന സ്ഥിരീകരിക്കാത്തതും പ്രകോപനപരവും വ്യാജവുമായ സന്ദേശങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണിത്. 1995 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള പ്രോഗ്രാം കോഡ് അനുസരിച്ച് മതങ്ങൾക്കോ സമുദായങ്ങൾക്കോ എതിരായ ആക്രമണമോ ദൃശ്യങ്ങളോ വാക്കുകളോ പരിപാടിയോ സംപ്രേഷണം ചെയ്യാൻ പാടില്ല. അടിസ്ഥാനരഹിതമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാർത്തകൾ നൽകുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഡൽഹിയിലെ സർക്കാർ ഓഫീസുകൾക്കും സർക്കാർ ആശുപത്രികൾക്കും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 വരെ അവധി. ഹരിയാന മധ്യപ്രദേശ് സംസ്ഥാനങ്ങളും ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം നാളെ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമാകാൻ രാജ്യത്തെ എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നതായി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പറഞ്ഞു. 2024 രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കല, സാംസ്കാരികം, ധീരത, സാമൂഹിക സേവനം, കായികം തുടങ്ങിയ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച് 5 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള 19 കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. പുരസ്കാര ജേതാക്കളിൽ 10 പെൺകുട്ടികളും 9 ആൺകുട്ടികളുമാണുള്ളത്. ആൽക്കഹോൾ ഉപയോഗിച്ച് വിമാന ഇന്ധനം നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പൈലറ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പൂനെയിൽ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയിലൂടെ സുസ്ഥിര ബയോളജിക്കൽ ഏവിയേഷൻ ഇന്ധനം നിർമ്മിക്കും. ആഗോള വിപണിയിൽ ബയോ ഏവിയേഷൻ ഇന്ധനത്തിന് നിരവധി ആവശ്യക്കാർ ഉണ്ടെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ഇതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്നത് വെല്ലുവിളിയാണെന്നും അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൊക്ബറുമായി കൂടിക്കാഴ്ച നടത്തി. ഉഗാണ്ടയിൽ നടക്കുന്ന ചേരിചേരാ രാജ്യങ്ങളുടെ ഉച്ചകോടിക്കിടെയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ജപ്പാൻ ബഹിരാകാശ ഏജൻസിയെയും ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡയെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യമായാണ് ജപ്പാൻ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത്.
ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കി കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി അതിർത്തിയിൽ വേലികൾ കെട്ടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇതോടെ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലൂടെയുള്ള ജനങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരം നിയന്ത്രണ വിധേയമാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര പര്യടനം തുടരുന്നു. ഇന്ന് അരുണാചൽ പ്രദേശിലാണ് യാത്ര പര്യടനം നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ലൈഫ് ഭവന പദ്ധതിയിൽ അതിദരിദ്രർക്ക് മുൻഗണന നൽകുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. അതിനാവശ്യമായ ക്രമീകരണം നടത്തുമെന്നും കണ്ണൂരിൽ മന്ത്രി പറഞ്ഞു. പദ്ധതി രൂപീകരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അതിദരിദ്രർക്ക് പ്രാധാന്യം നൽകണം. 66,006 അതിദരിദ്ര കുടുംബങ്ങളെ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ വർഷം നവംബറിൽ 47.8% പേരെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. ഇന്ന് വയനാട് ജില്ലയിലെ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ പ്രകാശ് ജാവ്ദേക്കർ MP പങ്കെടുക്കും. ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ വികസിത് ഭാരത് സങ്കൽപ് യാത്ര പുരോഗമിക്കുകയാണ്. അതേസമയം കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ പര്യടനം പൂർത്തിയായി. മണ്ഡല മകരവിളക്ക് കാല തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഇന്ന് രാവിലെ അടച്ചു. ഇന്ന് രാവിലെ ആചാരപരമായി പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനമുണ്ടായിരുന്നത്. തിരുവാഭരണ സംഘം രാവിലെ 6ഓടെ സന്നിധാനത്ത് നിന്നും പന്തളത്തേക്ക് തിരിച്ചു. ഈ മാസം 24-ന് രാവിലെ തിരുവാഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിൽ തിരികെയെത്തും. ഇന്നലെ രാത്രി 9:30 വരെ മാത്രമേ ഭക്തർക്ക് ദർശനം ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിൽ നടയടച്ച ശേഷം മാളികപ്പുറത്ത് ഗുരുതിയും നടന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കും പോളിംഗ് ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വോട്ട് വണ്ടി സന്ദർശിക്കും. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം EVM, VVPAT മെഷീനുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നതുൾപ്പെടെ സമ്മതിദായകരിൽ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനാണ് നടപടി. 2023 നവംബറിൽ 13.95 ലക്ഷം അംഗങ്ങളെ പുതുതായി ഉൾപ്പെടുത്തിയതായി EPFO. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പേറോൾ ഡേറ്റയിലാണ് പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ചത്. ഈ സാമ്പത്തിക വർഷത്തിൽ അംഗങ്ങളുടെ കൂട്ടിച്ചേർക്കൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 84 റൺസിന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 251 റൺസ് എടുത്തു. ഇന്ത്യയ്ക്ക് വേണ്ടി ആദർ സിംഗ് 76 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശ് 45.5 ഓവറിൽ 167 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി സഖ്യം ഫൈനലിൽ. സെമിയിൽ മലേഷ്യൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് സാത്വിക് ചിരാഗ് സഖ്യം ഫൈനലിൽ എത്തിയത്. എന്നാൽ പുരുഷ സിംഗിൾസ് സെമിയിൽ ഇന്ത്യയുടെ HS പ്രണോയ് പരാജയപ്പെട്ടു. ചൈനീസ് താരത്തോടാണ് പ്രണോയ് പരാജയപ്പെട്ടത്. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം. 1-നെതിരെ 4 ഗോളുകൾക്കാണ് നോർത്ത് ഈസ്റ്റ് വിജയിച്ചത്. 3 മത്സരങ്ങൾ അടങ്ങിയ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് 1 ജയം നേടിയപ്പോൾ 2 പരാജയവും ഏറ്റുവാങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരീക്ഷാ പേ എന്ന ദേശീയ വിദ്യാഭ്യാസ പരിപാടിയുടെ അവതാരകയാകാൻ അവസരം നേടി കോഴിക്കോട് സ്വദേശിനി മേഘ്ന N. നാഥ്. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിനിയാണ് മേഘ്ന. ആദ്യമായാണ് ഒരു മലയാളി വിദ്യാർത്ഥിക്ക് ഈ അവസരം ലഭിക്കുന്നത്. സിറിയൻ തലസ്ഥാനത്തുണ്ടായ വ്യോമാക്രമണത്തിൽ ഇറാൻ സുരക്ഷാ സേനയിലെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഇസ്രായേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാൻ ആരോപിച്ചു. എന്നാൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് ജനജീവിതത്തെ ബാധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അയോധ്യയിലെത്തും. 2024 രാഷ്ട്രീയ ബാലപുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ലൈഫ് ഭവന പദ്ധതിയിൽ അതിദരിദ്രർക്ക് മുൻഗണന നൽകുമെന്ന് മന്ത്രി എം.പി. രാജേഷ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു.
മണ്ഡല മകരവിളക്കത്തിൽ ഉദ്ഘാടനം പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടച്ചു. ഐസിസി അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 84 റൺസ് ജയം. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി സാത്വിക് സായിരാജ് സഖ്യം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.